നമസ്കാരം. നമ്മുടെ ടൊയോറ്റ ലാൻഡ് ക്രൂയിസർ GR സ്പോർട്ടാണ് ഈ കിടക്കുന്നത്. ടൊയോറ്റ ലാൻഡ് ക്രൂയിസർ GR സ്പോർട്ട്. ഇത് ഞങ്ങളുടെ ഷോറൂമിൽ നിന്ന് ഡെലിവറി ആയ വണ്ടിയാണ്. നമ്മുടെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഇത്, ടൊയോറ്റ ലാൻഡ് ക്രൂയിസർ GR സ്പോർട്ട്. ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ് ഇതിൻ്റെ GR ബാഡ്ജിങ്. നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴും ഈ GR എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സംഭവം പിടികിട്ടിട്ടില്ല. ഈ GR ബാഡ്ജിങ് എന്തിനാണ് ടൊയോട്ട എല്ലാ വണ്ടികൾക്കും അല്ലാതെ ചില വണ്ടികൾക്ക് മാത്രം കൊടുത്തിരിക്കുന്നത്? അതിൻ്റെ മീനിങ്ങാണ് ഈ കണ്ടത്. ഗെസു റൈസിംഗ് എന്നാണ് ഈ GR ബാഡ്ജിങ്ങിൻ്റെ ഫുൾ ഫോം വരുന്നത്. നമ്മൾ മുന്നേയും കേട്ടിട്ടുണ്ട് ഈ GR ബാഡ്ജിങ് വന്നിട്ടുള്ള ചില ടൊയോട്ട വണ്ടികൾ, അതായത് GR86, GR സൂപ്ര, GR കൊറോള, GR യാരിസ്. ഇപ്പോൾ നമ്മുടെ ഹൈലക്സിലും GR എന്നൊരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ, ഈ GRൻ്റെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ GR എന്ന്. ടൊയോട്ട അതിനൊരു കോട്ടായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് വെൻ യു സീ എ GR ഓർ GR സ്പോർട്ട്, ദിസ് ടൊയോട്ട ഈസ് ബിൽഡ് ഫോർ സ്പീഡ്, സ്പോർട്ട് ആൻഡ് ഓഫ് റോഡ് പെർഫോമൻസ്. അത്രയേ ഉള്ളൂ. GR എന്ന് വെച്ചാൽ സ്പീഡിനും സ്പോർട്സിനും ഓഫ് റോഡ് പെർഫോമൻസിനുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലാൻഡ് ക്രൂയിസറിൻ്റെ ഈ GRൻ്റെ ചില കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം. ഒത്തിരിയധികം സേഫ്റ്റി ഫീച്ചേഴ്സ് നമ്മുടെ ഈ ലാൻഡ് ക്രൂയിസറിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതായത് പ്രീ കൊളൂഷൻ സിസ്റ്റം വരുന്നുണ്ട്. അതായത് ഈ വണ്ടിയിലൊരു റഡാർ സിസ്റ്റം വരുന്നുണ്ട്. അത് നമ്മുടെ ഈ ഫ്രണ്ടിൽ കൂടെ പോകുന്ന വണ്ടിയുടെ അടുത്ത് നമ്മൾ എത്താറാവുമെങ്കിൽ ഈ വണ്ടി ഒന്ന് സഡൻ ഒരു ബ്രേക്ക് കൊടുക്കും. ഒന്ന് ബ്രേക്ക് കൊടുത്ത് ഇതൊന്ന് പിന്നോട്ട് വലിക്കുക. മാത്രമല്ല ഇതിലൊരു റഡാർ അലാമുണ്ട്. അതായത് ഈ വണ്ടിയുടെ അടുത്ത് ആവാറാവുമ്പോൾ ഇതിലൊരു അലാം സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ഡൈനാമിക് റഡാർ ക്രൂയിസ് കൺട്രോളുണ്ട്. DRCC എന്നാണ് അതിന് പറയുന്നത്. ഒരു സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ സഹായിക്കും. അതായത് ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഒരു അലാം പോലെ അല്ലെങ്കിൽ ഒരു സിഗ്നൽ നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് ഡ്രൈവറിന് ലഭിക്കും. അതുകൊണ്ട് ആ ഒരു സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് വണ്ടി ഓടിക്കാൻ നമ്മൾക്ക് ഇതിനകത്ത് DRCC മോഡ് സഹായിക്കും. മാത്രമല്ല LTA എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ലൈൻ ട്രേക്കിംഗ് അസിസ്റ്റൻസ്. അതായത് ലൈൻ ട്രേസിങ് അസിസ്റ്റൻസ്. അതായത് നമ്മുടെ ഹൈവേ എന്നൊക്കെ പോകുമ്പോഴേ ഈ വണ്ടി ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ലൈൻസുകൾ ഡിക്റ്റേറ്റ് ചെയ്യും, ഹൈവേ ലൈൻസ്. എന്നിട്ട് അത് നമ്മൾ ക്രോസ് ചെയ്യാതെ ഇത് ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ സഹായിക്കും. AHB, അതായത് ഓട്ടോമാറ്റിക് ഹൈ ബീം ലൈറ്റ്. അതായത് നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളിൽ നിന്ന് നമ്മുടെ വണ്ടി അതിനനുസരിച്ചുള്ള ലൈറ്റുകൾ, അതായത് ഹൈ ബീം, ലോ ബീം, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി മെയിൻറ്റെയിൻ ചെയ്ത് പോവും. മാത്രമല്ല പാർക്കിംഗ് സപ്പോർട്ട് ബ്രേക്ക് വരുന്നുണ്ട്. അതായത് ഇതിനൊരു 360 ക്യാമറയും ബാക്കിൽ ക്യാമറയൊക്കെ ഉണ്ട്. എന്നാൽ തന്നെയും കമ്പനി പറയുന്നത് നമ്മുടെ റിവേഴ്സ് ടൈമിൽ ഒരു കൊല്യൂഷൻ ആവാതിരിക്കാൻ, നമ്മുടെ ബാക്കിൽ റിവേഴ്സ് എടുക്കുന്ന സമയത്തെങ്ങാനും നമ്മുടെ കണ്ണിൽ പെടാത്ത എന്തെങ്കിലും ഒബ്ജക്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ വണ്ടി റിവേഴ്സ് ടൈമിൽ ഇതൊരു ഓട്ടോമാറ്റിക് ഒരു പാർക്കിംഗ് ബ്രേക്ക് കൊടുത്ത് വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ബാക്കിലൊന്നും തട്ടാതിരിക്കാൻ, വണ്ടിക്ക് ഒരു കുഴപ്പവും വരാതിരിക്കാൻ. മാത്രമല്ല ഇതൊരു DAC ഫീച്ചർ വരുന്നുണ്ട്. ഓഫ് റോഡ് വണ്ടികൾക്ക് മസ്റ്റായിട്ട് വേണമെന്നൊരു സാധനമാണ് DAC ഫീച്ചർ, അതായത് ഡൗൺ ഹിൽ അസിസ്റ്റൻസ്. അതായത് വണ്ടിയൊക്കെ ഈ ഇറക്കത്തിട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു ഇറക്കത്തി ചരലുള്ള റോഡുകളിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മുടെ ഈ വണ്ടി ഒന്ന് സ്കിഡായി പോവാതൊക്കെ ഒന്ന് നിൽക്കാനുള്ള ഒരു ഫീച്ചറാണ് ഈ DAC ഫീച്ചർ. മാത്രമല്ല ഇതിലൊരു MTM ഫീച്ചർ വരുന്നുണ്ട്, മൾട്ടി ടെറൈൻസ് മോണിറ്റർ. അതായത് സറൗണ്ടിങ്സിൽ നമ്മുടെ ഈ സറൗണ്ടിങ്സൊക്കെ നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് MTM ഫീച്ചർ. ഇതിനകത്തൊരു ക്രോക്ക് കൺട്രോളർ വരുന്നുണ്ട്. അതായത് റോക്കി ആൻഡ് സാൻഡി ഏരിയാസിലൊക്കെ, നമ്മുടെ ഈ മണ്ണ് അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ പോകുമ്പോഴേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൂയിസ് കൺട്രോൾ ഒരു മോഡാണ് ഇത്, ക്രോൾ കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ക്രൂയിസ് തന്നെയാണ് പെട്രോൾ യൂസ് ചെയ്യാതെ, ആക്സിലേറ്റർ പെട്രോൾ യൂസ് ചെയ്യാതെ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നത്. അതായത് ഈ റോക്കി സാൻഡി ഏരിയാസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൂയിസ് കൺട്രോളാണ് ഈ ക്രോൾ കൺട്രോൾ എന്ന് പറയുന്നത്. എന്നിട്ട് ABS ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. സഡൻ സ്കിഡിങ് വരാതെ അങ്ങനെയൊക്കെ ഉള്ളത്, അത് നമുക്കറിയാം, ABS ഫീച്ചേഴ്സ് അറിയാം. മാത്രമല്ല ഒരു ബ്രേക്കിംഗ് അസിസ്റ്റൻസ് എന്ന് പറയുന്ന മറ്റൊരു ഫീച്ചർ വരുന്നുണ്ട്. അത് ഈ വലിയ ഇതേപോലുള്ള വണ്ടികൾക്ക് വരുന്നതാണ്. ഈ ഓഫ് റോഡ് വണ്ടികളിൽ 4x4 വണ്ടികളിലൊക്കെ വരുന്നത്. അതായത് നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു ബ്രേക്ക് കൊടുക്കണമെങ്കിൽ, അതായത് ഒരു സഡൻ ഒരു എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു ബ്രേക്ക് കൊടുക്കണമെങ്കിൽ ഈ ബ്രേക്കിംഗ് അസിസ്റ്റൻസിൽ ഒരു എക്സ്ട്രാ പ്രഷർ കൊടുത്ത് ഈ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കും. മാത്രമല്ല അത് ഉള്ളിലിരിക്കുന്ന ആളുകൾക്ക് ഒരു കുഴപ്പം വരാതെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കും.
മാത്രമല്ല ഇനി ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനെപ്പറ്റി പറയാനുണ്ട്. VSC, അതായത് വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോള്, സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. മാത്രമല്ല പാസഞ്ചേഴ്സിന് ഒരുപാട് സേഫ്റ്റിക്ക് മൾട്ടിപ്പിൾ എയർ ബാഗ്സ്, ചൈൽഡിന് പ്രൊട്ടക്ഷനുള്ള പ്രൊട്ടക്റ്റിംഗ് ആങ്കർ ബാഗ്സ്. മാത്രമല്ല TNGA, ടൊയോട്ട ന്യൂ ഗ്ലോബൽ ആർക്കിടെക്റ്റിൻ്റെ അണ്ടറിൽ വരുന്നത് സ്ട്രോങ് ബോഡി ഫ്രെയിം. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ വണ്ടി ഒന്ന് റോൾ ഓവർ ആയാലോ ക്രാഷ് ആയാലോ ഈ ടൊയോട്ടയുടെ ഈ സ്റ്റീലിൻ്റെ പ്രൊട്ടക്ഷൻ കാരണം ഇതിനകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിന് ഒന്നും സംഭവിക്കില്ല. അതായത് TNGAയുടെ ഉറപ്പ് അതിലുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ കമ്പനി അത്രയ്ക്ക് പ്രൊട്ടക്ഷനാണ് നമ്മുടെ പാസഞ്ചേഴ്സിനെ കൊടുക്കുന്നതും പാസഞ്ചേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നതും. ഇത്രയും ഫീച്ചർ മാത്രമല്ല കേട്ടോ, പക്ഷേ നമ്മുടെ ഈ വീഡിയോയുടെ പരിമിതി കാരണം ഞാൻ ഇത്രയും ഫീച്ചർ മാത്രമേ പറയുന്നുള്ളൂ. ഇനി ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ ഈ ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GR സ്പോർട്ട് വെഹിക്കിളിന് വരുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.